ഇന്ന് നമുക്കൊരു എലൈൻ നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇതാണ് കേട്ടോ റിസൾട്ട്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നൊരു നൈറ്റിയാണ്. ഫസ്റ്റ് തന്നെ മെഷർമെൻറ്റ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു ഷോൾഡറിൻ്റെ അളവാണ് വേണ്ടത്. അപ്പോൾ ഇത് വലിയ ആളെ മാക്സിയാണ് കേട്ടോ. പക്ഷേങ്കിൽ ഞാനൊരു കുട്ടീൻ്റെ ഇതിൽ മെഷർമെൻറ്റ് എടുക്കുന്നതൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നേരം കറക്റ്റ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഷോൾഡർ എടുക്കുക. പിന്നെ വേണ്ടത് വെച്ചാൽ ഫുൾ ലെങ്ത്ത് എന്ന് വെച്ചാൽ ഷോൾഡർ ടു നമ്മളെ ഇതിലെന്നല്ലോ ഫ്ലോർ വരെയുള്ള അളവാണ് ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത്. അതെടുക്കുക. പിന്നെ വേണ്ട ചെസ്റ്റ് റൗണ്ട് എടുക്കുന്ന നോക്കിയതാ ഇങ്ങനെ കൈക്കുഴിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ടൈറ്റായിട്ട് പിടിക്കുക. അത് ലൂസായിട്ടാണ്. അപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ചുരിദാറും ബ്ലൗസും ഇടുന്ന പോലെ ടൈറ്റായിട്ട് ഇടില്ലല്ലോ, ലൂസായിട്ടല്ലേ ഇടുക. അപ്പോൾ ലൂസായിട്ട് തന്നെ പിടിക്കുക. പിന്നെ വേണ്ട ബേസ് റൗണ്ട്, നമ്മൾ ഷേപ്പിൻ്റെ വശമില്ലേ. അപ്പോൾ കുട്ടികൾക്കൊന്നും ഷേപ്പ് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഷേപ്പിൻ്റെ വശത്ത് ബേസ് റൗണ്ടാണ്. പിന്നെ വേണ്ടത് ഹിപ്പ് റൗണ്ടാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് തയ്ച്ച് കിട്ടേണ്ട അളവാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് എടുക്കുന്ന ലൂസിൽ തന്നെ നമ്മൾ എടുക്കുക. എന്നിട്ട് ആ അളവും പിന്നെ എക്സ്ട്രാ തയ്യൽ തുമ്പ് വെച്ചിട്ട് എടുക്കണം. പിന്നെ സ്ലീവ് ലെങ്ത്ത്, ഷോൾഡറിൽ നിന്ന് സ്ലീവ് വരെയുള്ള ലെങ്ത്ത് എത്രയാണ് നോക്കുക. പിന്നെ ആം ഹോൾ അങ്ങനെ വേണമെന്നില്ല, എന്നാലും നമ്മൾ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ കട്ട് ചെയ്ത് അതിൽ നിന്ന് ആം ഹോൾ നമ്മൾ കയ്യിലേക്ക് മാർക്ക് ചെയ്യുക. പിന്നെ വേണ്ടത് വെച്ചാൽ സ്ലീവ് റൗണ്ട് വേണം. അപ്പോൾ ഇത് ഇത്രയാണ് സ്ലീവ് ആണെങ്കിൽ അവിടെയുള്ള റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതും അങ്ങനെ തന്നെ കുറച്ച് അധികം ടൈറ്റ് ആക്കാതെ കുറച്ച് ലൂസിൽ തന്നെ എടുക്കണേ. മാക്സിയിൽ നമ്മളൊരു റിലാക്സിന് വേണ്ടിയിട്ട് ഇടുന്ന ഡ്രസ്സല്ലേ. പിന്നെ നമ്മുടെ കൈമുട്ട് വരിക. ഇപ്പോൾ മാക്സി എങ്കിൽ ആ ഒരു റൗണ്ട് വേണം. അപ്പോൾ ആ കൈമുട്ട് വരെ ഉള്ളതാകുന്ന നേരം ആ റൗണ്ടും വേണം. സ്ലീവ് റൗണ്ട് നമ്മൾ മസിൽ റൗണ്ടില്ല, ആ ഒരു റൗണ്ടും അങ്ങനെ 3 അളവ് അവിടെ കിട്ടണം കേട്ടോ. പിന്നെ അത് നെക്ക് എത്രയാണെന്ന് വെച്ചാൽ ഷോൾഡറിൽ നിന്ന് താഴോട്ട് നോക്കുക. എന്നിട്ട് എത്ര വരെ വേണം. ഇപ്പോൾ ഒരിക്കലും അങ്ങോട്ട് ചേരിച്ചിട്ട് വെക്കാൻ പാടില്ല. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വളച്ചിട്ട് നമുക്ക് അവിടെ കോർണറിന് എത്ര കിട്ടുന്ന ആ അളവ്. പിന്നെ നെക്ക് വിടുത്ത് ഇങ്ങനെയാണ് വരിക കേട്ടോ. നമ്മളെ കഴുത്തിൻ്റെ അളവ് എത്രയാണോ അതിൽ കുറച്ച് കൂടുതലെടുത്ത സ്ഥലം അതിൽ കുറയാൻ പാടില്ല നെക്ക് വിടുത്ത്. തുണി മടക്കുന്ന രീതി നോക്കിയേ. നേരെ വീതി ഇങ്ങനെ നേരെ പകുതിയായി മടക്കിയതിന് ശേഷം എന്നിട്ട് ഫുൾ ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് പിന്നെ ഒരു മടക്ക് കൊടുക്കുക. ഇത് നോക്കി ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 2 പീസിൻ്റെതായില്ലേ. അപ്പോൾ ഇനി നമുക്ക് അളവുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമാണ്. ഏതൊരാൾക്കും ഈ അളവ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നൈറ്റിയെല്ലാം സ്വന്തം തന്നെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. നോക്കിയാൽ ആദ്യം തന്നെ ഷോൾഡർ ഞാൻ 7 കേട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ലാർജ് സൈസ് മാക്സിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ലാർജ് സൈസാണ് നിങ്ങൾ ഇടുന്നെങ്കിൽ ഈ ഒരു അളവ് മതിയാവും കേട്ടോ. 7 ഇഞ്ച് ഷോൾഡർ. പിന്നെ വേണ്ടത് 7 ഇഞ്ച് തന്നെ ആം ഹോൾ. ഓക്കെ, അപ്പോൾ ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് കേട്ടോ ആം ഹോളും ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്കണ്ട് ചെസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ 38 നമ്മളിപ്പോൾ ചിലപ്പോൾ കൂട്ടാനും കുറക്കാനും അറിയില്ലെങ്കിൽ ടാപ്പിൽ 38 എടുത്ത് അതിൻ്റെ നേരെ പകുതി കാണുക. നേരെ മടക്കി കഴിഞ്ഞാൽ പകുതി കിട്ടും. അപ്പോൾ 19 പകുതി നേരെ വരുന്നത്. ഇനി അതിൻ്റെ നേരെ പകുതിയാണ്. അപ്പോൾ 4 വശമല്ലേ നമുക്ക് കാണണ്ടേ, 9.5. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് എന്ന് വെച്ചാൽ 9.5 കേട്ടോ കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് 9.5 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ കാണില്ലേ മാർക്ക്. എന്നിട്ട് ആം ഹോളിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടത്തേക്ക് ഒരു വര കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വര കൊടുത്തത്. സ്കെയിൽ ഉപയോഗിച്ച് നമുക്കൊരു സ്ക്വയർ ആക്കിയിട്ട് മാറ്റാം. അവിടെയെല്ലാം നമുക്ക് കേവ് ആക്കി കൊടുക്കേണ്ടതല്ലേ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം തന്നെ നെക്ക് ആം ഹോൾ എല്ലാ ഡ്രസ്സിലും ഈ ഒരു അളവുകളെല്ലാം വരിക. പക്ഷെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ചെയ്യുന്നതും മടക്കുന്നതും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് മടക്കിയതിന് ശേഷം ഞാൻ നെക്കാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഇഞ്ച് വിടുത്തും 5 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാൻ നെക്കിന് എടുക്കുന്നത് കേട്ടോ. അതിന് 5 ഇഞ്ചിന് പകരം 5 ഇഞ്ചിന് നേരെ പകുതി 2.5 അല്ലേ. അപ്പോൾ 2.5യും അതിൽ നിന്ന് കാല് കുറച്ചിട്ട് 2.25 വിടുത്ത് മാർക്ക് ചെയ്ത് പിന്നെ 5 ഇഞ്ച് തന്നെ കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2.25 എങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ 4 ഇഞ്ച് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് 2.5 ആവും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു കുടുങ്ങിയൊരു നെക്കാണ്. അതേപോലെ ബാക്ക് നെക്ക് 2 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഒരു താവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ചോളം ലെങ്ത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചൊരു കുടുങ്ങിയത് മതി എന്നുള്ളതിലാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു 5 ഇഞ്ച് കൊടുത്തത്. അങ്ങനെ കൊടുക്കുക. അതേപോലെ വിടുത്തും നിങ്ങൾക്ക് കൂടുതൽ വേണം. വിടുത്തും കുറച്ചൊരു 1/2 ഇഞ്ചോളം നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊക്കെ ഞാനിവിടെ കേവാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് ആം ഹോളിൻ്റെ അവിടെ കേവ് കൊടുക്കുക. ഇതിൻ്റെ നേരെ മദ്യം കാണുക. ഷോൾഡർ തൊട്ടിട്ട് ആം ഹോൾ വരെയുള്ള മദ്യം കാണുക. എന്നിട്ട് ചെസ്റ്റ് റൗണ്ട് വരെയുള്ളതിൻ്റെ നേരെ മദ്യം കാണുക. ഈ ആം ഹോളിൽ നിന്ന് ചെസ്റ്റ് റൗണ്ട് വരെയുള്ളതിൻ്റെ അളവില്ലേ, അതിൻ്റെ മദ്യം കണ്ട ആ ഒരു അളവ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കേവാക്കിയിട്ട് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ കറക്റ്റ് കേവ് വരയുക. ഇങ്ങനെ ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്രണ്ടിൻ്റെ കൈ കുറച്ച് കുഴിച്ചിട്ടല്ലേ ഉണ്ടായ ഒരു 4 ഇഞ്ച് മുമ്പോട്ടാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ ഫുൾ ലെങ്ത്ത് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഫുൾ ലെങ്ത്ത് 56 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഒരു ബിറ്റ് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫുൾ ലെങ്ത്ത് 56 കുറച്ചൊരു 1/2 ഇഞ്ച് കൂടുതൽ വരുന്നുള്ളൂ.
അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ബിറ്റെല്ലാം വാങ്ങുന്നവരെ കറക്റ്റ് അളവാണ് കേട്ടോ. 56 അതിൽ കൂടുതലുള്ളവർക്ക് നമ്മൾ എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്തിട്ട് തന്നെ തുണി വാങ്ങേണ്ടി വരും. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ടാണ് കാണേണ്ടത്. ഹിപ്പ് റൗണ്ട് എന്ന് വെച്ചാൽ ചെസ്റ്റ് റൗണ്ടില്ല. ചെസ്റ്റ് റൗണ്ടിൻ്റെ രണ്ടിലൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 19 ഇഞ്ചല്ലേ വരുന്നത്. അപ്പോൾ ഷോൾഡർ തൊട്ടിട്ട് നേരെ താഴെ 19 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ നേരെ പകുതിയാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് അവിടെ 42 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 42ൻ്റെ 4 വശം എത്രയാണ് വരിക? 10.5 ഇഞ്ചല്ലേ വരിക. അപ്പോൾ 10.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് ചെസ്റ്റ് റൗണ്ടും ഹിപ്പ് റൗണ്ടും നമ്മൾ നേരെ പകുതി അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെയാണ് വേസ്റ്റ് റൗണ്ട്. അതൊരു 34 ഇഞ്ച്. 34ൻ്റെ 4 വശം 8.5 ഇഞ്ചാണ് കേട്ടോ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ നമുക്ക് ഇവിടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. ഇനിതാ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മുടെ തയ്യൽ തുമ്പും കൂടി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയുള്ള വശമാണ് വേണ്ടത്. അപ്പോൾ താഴെ മാക്സിൻ്റെ വീതി എത്രയാണോ അത്ര തന്നെ നമുക്ക് ഇവിടെ എടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഹിപ്പ് റൗണ്ടും അതിൻ്റെ നേരെ പകുതിയും എന്നാണ് ഇതിൻ്റെ അളവ്. പക്ഷെങ്കിൽ ഇവിടെ എത്രയാണോ ഉള്ളത് ആ ഒരു അളവ് തന്നെ നമുക്ക് എടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പും വെക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് തയ്ച്ച് കിട്ടുന്ന രീതിയായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് മേലോട്ടേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ചെറുങ്ങനൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെരിച്ച് വരച്ച്, അപ്പോൾ ഈ 2 സൈഡ് തൂങ്ങിപ്പോകുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുത്തുന്നത് ഒരു ടാപ്പ് ഇങ്ങനെ വെച്ച് നേരെ സ്ട്രൈറ്റ് വെച്ചിട്ട് തയ്ക്കേണ്ട അളവാണ് ആദ്യം അടയാളപ്പെടുത്തിയ. എന്നിട്ട് സ്കെയിൽ വെച്ച് നമുക്ക് വരണം കൊടുക്കുക. എന്നിട്ട് പിന്നെ വേണ്ട എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി 1 ഇഞ്ച് ഇതേപോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഫുള്ളായിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു മാക്സി എല്ലാം തയ്ക്കണമെങ്കിൽ അതിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ ഫുൾ ലെങ്ത്തും അതിൻ്റെ നമുക്കിപ്പോൾ 56 56ൻ്റെ നേരെ ഇരട്ടി ഫുൾ ലെങ്ത്ത് ഇരട്ടി അതിൻ്റെ എക്സ്ട്രാ ഒരു 5 ഇഞ്ചും കൂടി കൂടുതൽ നമുക്ക് വാങ്ങാം കേട്ടോ. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വാങ്ങുന്നതാണെങ്കിൽ ഏതൊരാൾക്ക് വാങ്ങുന്നുണ്ട് അവർക്ക് എത്രയാണോ ഫുൾ ലെങ്ത്ത് അതും അതിൻ്റെ ലെങ്ത്ത് ഇഞ്ചിലല്ല നമുക്ക് നോക്കാം. അതിൻ്റെ നേരെ നമ്മൾ ഇതാക്കി എടുക്കണം. എങ്ങനെ അറിയാൻ സെൻറ്റിമീറ്ററിലാക്കാം. അപ്പോൾ ഇപ്പുറം ഇഞ്ച് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി സെൻറ്റിമീറ്റർ എത്രയാണ് വരുന്നത് എന്നുള്ള. അപ്പോൾ 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. ഓക്കെ, അപ്പോൾ നേരെ ഡബിളായിട്ട് ഇപ്പോൾ എത്രയാണ് ഫുൾ ലെങ്ത്ത് അതിൻ്റെ നേരെ ഇരട്ടിയും പ്ലസ് ഒരു 5 ഇഞ്ചും കൂടി കൂടുതൽ വാങ്ങും. ഇപ്പോൾ ഇതാ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു ചെറിയൊരു തെറ്റ് പറ്റിയില്ല. എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അവിടെ ഞാനൊരു 1/4 ഇഞ്ച് താഴ്ത്തിയില്ലേ. അപ്പോൾ നമ്മൾ ആം ഹോൾ എന്ന് വെച്ചാൽ 7 ഇഞ്ച് കറക്റ്റാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അവിടെയും കുറച്ചൊരു 1/4 ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കൈ ഒന്ന് ചെറുങ്ങനൊരു കുടുക്കം വരും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാണ്ട് ഞാൻ പിന്നെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്താൽ കറക്റ്റ് പെർഫെക്റ്റ് ആയി എന്നുള്ളതിൽ അങ്ങ് പോവാം. പക്ഷേ ഇത് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നൊരു തെറ്റായി മാറും. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഈ പറയുന്നതിൻ്റെ ഇടയ്ക്കും വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കും ഈ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ആദ്യം ഷോൾഡർ എന്താ പറയുക ആം ഹോൾ മാർക്ക് ചെയ്യുന്നേരെ ഞാൻ ഇപ്പോൾ ഷോൾഡറിൻ്റെ അതേ ആം ഹോൾ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആം ഹോൾ മാർക്ക് ചെയ്യുന്നേരെ അപ്പോൾ 7 ഷോൾഡറെങ്കിൽ 7.25 ആം ഹോൾ നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. ഇതാ ബാക്കാണ് കേട്ടോ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിൻ്റെ അളവ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ബാക്ക് ഞാൻ മടക്കി വെച്ചതിന് ശേഷം ഇതാ ഫ്രണ്ട് നെക്ക് ഇതാ ഇങ്ങനെ ഒറ്റ പീസായിട്ട് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാ ഇനി അതേപോലെ അത് ആം ഹോളിൻ്റെ നമ്മൾ എക്സ്ട്രാ ഇതാക്കിയിട്ടില്ലേ കുഴിച്ച് മുറിച്ചിട്ടില്ലേ അല്ല കുഴിച്ച് മാർക്ക് ചെയ്തിട്ടില്ല അതും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊരു 1/4 ഇഞ്ച് അടിയിൽ മാർക്ക് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് അത് ഞാൻ ഇതെല്ലാം ശേഷം വീഡിയോ എന്താ വെച്ചാൽ ഇതെല്ലാം വീഡിയോ എടുത്തതിന് ശേഷം ലാസ്റ്റ് കൈയിൻ്റെ മുറിക്കാൻ പോകുന്നേരം അതൊരു മനസ്സിലായത്. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാണ് വീണ്ടും ചെയ്തത് കേട്ടോ. ഇനി ഇതാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ഇതാ 1/4 ഇഞ്ച് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ അതൊരു 1/4 ഇഞ്ച് ഞാൻ എക്സ്ട്രാ താത്തിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കേവാക്കി കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് താഴോട്ടേക്ക്. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലെല്ലാം നമ്മൾ കുറച്ച് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടില്ല അതെല്ലാം ആ കട്ടിങ്ങിൽ അങ്ങ് പോയി. എന്നിട്ട് വീണ്ടും ഞാൻ കുറച്ച് ഒരു 1/4 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ നിങ്ങൾ ഷോൾഡർ കട്ട് ചെയ്യുന്ന നേരം തന്നെ ഒരു 1/4 ഇഞ്ച് സ്ലോപ്പ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1/4 ഇഞ്ച് താഴെ കിട്ടുന്ന രീതിയിൽ 7.25 ആം ഹോൾ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ 7 ആം ഹോളുള്ളവരാണ് 7 ഷോൾഡർ ഉള്ളവരാണ് 7.25 മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 8 ആണെങ്കിൽ 8.25 മാർക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിലാക്കുക. ഇതാ എന്നിട്ട് അങ്ങനെ ഫ്രണ്ടിൻ്റെ ഇത് കൈക്കുഴി ഞാൻ വീണ്ടും ഇങ്ങനെ ഇറക്കിയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളെ കമൻസും ഒന്ന് അറിയിക്കണേ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിലും പറയുക. ഇനിയിപ്പോൾ കൈ നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്ത് അവിടെ ഒന്ന് ഞാൻ സ്ട്രൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു ലെവലില്ലാത്ത പോലെയല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെ സ്ട്രൈറ്റ് ആക്കി പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് സ്ട്രൈറ്റ് വരുന്നതിന് ശേഷം ഒരു 3 ഇഞ്ച് ഞാൻ അങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താഴോട്ടേക്കൊന്ന് ഒരു ലൈൻ കൊടുക്കാം.
ഇപ്പോൾ അളവും കാര്യങ്ങളൊന്നും കൊടുക്കുന്നത് താഴോട്ടേക്ക് സ്ട്രൈറ്റ് ലൈനിങ് കൊടുക്കുന്നുണ്ട്. ഇതാ നോക്കി അവിടെ ഒരു കട്ടിൻ്റെ അടുത്തേക്കാണ് ഞാൻ വന്നത്. അപ്പോൾ താഴെയാണ് അത് അടയാളപ്പെടുത്തുന്നുണ്ട്, പക്ഷേ അത് മനസ്സിലാവില്ലല്ലോ, അവിടെ തുണിയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ മേലെ നിന്ന് ഞാൻ 3 ഇഞ്ച് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തത്. ഇനി നമുക്കിതാ അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഷേപ്പ് കറക്റ്റാക്കി എടുത്തിട്ട് എന്നിട്ട് ഇതാ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം കൈ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ, ആ ഒരു രീതിയിൽ കൈ ഇതാ കറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഈ ശരിക്കും പറഞ്ഞാൽ മാക്സിൻ്റെ എല്ലാം കൈ വെച്ചിട്ട് എനിക്ക് സുമാർ കിട്ടുന്ന ഈ ഒരു അളവ് എടുക്കുകയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ചെരിച്ചൊന്ന് വരണം കൊടുക്കുക. എത്രയാണ് വേണ്ടത് അപ്പോൾ 3.5 ഇഞ്ചോളം നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെല്ലാം നമ്മൾ കൈയെല്ലാം ചെയ്ത 3.5 ഇഞ്ചിലെല്ലാം ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കി 3 ഇഞ്ച് അവിടെ കിട്ടി. പിന്നെ 1/2 ഇഞ്ചിന് താഴോട്ടേക്ക് നമുക്കിപ്പോൾ ഇതാ ഇങ്ങനെ ആക്കുന്നേരം 3.5 കിട്ടും കേട്ടോ. കൈൻ്റെ ഇത് എന്നറിയാൻ നോക്കിയേ, താഴെയുള്ള വിടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഇതാ കൈ കറക്റ്റ് തന്നെയാണോ എന്ന് നോക്കുക, അവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി സ്ലീവ് റൗണ്ട് നോക്കണം. അപ്പോൾ ഇത് ഒരു ചെറിയ സ്ലീവാണിത് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ എനിക്കൊരു 3/4 സ്ലീവ് വേണം. അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ള പീസിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു അളവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയെല്ലാം ഇതിൻ്റെ കൂടെ നമുക്ക് വെച്ച് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഒന്നും കൂടി ഞാൻ ഇത് വെച്ച് കാണിക്കുന്നത് കറക്റ്റ് തന്നെയാണോ നിങ്ങളിത് ഇങ്ങനെ വെച്ചിട്ട് നോക്കുക. അങ്ങനെ വെച്ച് നിങ്ങൾ കട്ട് ചെയ്താൽ മതി കേട്ടോ, കൈയെല്ലാം കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇതാ ഈ ഒരു അളവ് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയും ഇതാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്ന മുഴുവൻ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ട് ആരെങ്കിലും ഒന്ന് ഇത് സ്റ്റിച്ച് ചെയ്ത് കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതാ സ്ലീവ് റൗണ്ട് അല്ല, നമ്മളൊരു മസിൽ റൗണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഒരളവ് നമ്മൾ നോക്കുക. അപ്പോൾ എനിക്കൊരു 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അത് ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 7 ഇഞ്ച്. അപ്പോൾ ഇത് എൻ്റെ അളവാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ മസിൽ റൗണ്ട് എത്രയാണോ, ഇപ്പോൾ ചിലവരുടെ കൈ നല്ല തടിയുള്ള കൈ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശരീരമെല്ലാം ഒത്തുവിധം, പക്ഷേ കൈക്ക് നല്ല തടിയുണ്ട്. എൻ്റെ കൈ വളരെ മെല്ലിട്ടാണ്, അതുകൊണ്ട് കേട്ടോ ഈ ഒരു അളവ് എടുക്കുന്നത്. അപ്പോൾ അവിടെ എത്രയാണ് അളവ്, നിങ്ങളെ അളവാണ് കേട്ടോ അവിടെ ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് വെച്ചാൽ ഇതാ ഇനി ബാക്കി തുണി. അപ്പോൾ കുറച്ച് നമ്മൾ ഈ കട്ട് പീസ് എന്താ വെച്ചാൽ ബാക്സിൻ്റെ ബാക്കി പീസില്ലേ, അതിൽ കുറച്ച് വീതി എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വശത്തുനിന്ന് നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ച് വീതി ഇങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ 3/4 കൈ, അപ്പോൾ ഒരു 14 ഇഞ്ചോളം ഏകദേശം വേണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇത് നോക്കിയേ, ഈ ഒരു വശം കുറച്ച് വലുപ്പമായിട്ട് കാണുന്നത്. അപ്പോൾ 160 ഒരു ബിറ്റാണ് കേട്ടോ ഇത്. മാക്സിൻ്റെ അത് ബില്ലൊന്നും പറിച്ചിട്ടില്ല, ബില്ലിൽ അവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് താഴെയൊന്ന് കറക്റ്റ് ആക്കാണ്ട് കേട്ടോ തുണി. അതുകൊണ്ട് അതൊന്ന് കറക്റ്റ് വരണതിന് ശേഷം താഴെ അളവ് എത്രയാണെന്ന് നോക്കുക. ആ ഒരു അളവിൽ ഇവിടെയും നമ്മൾ സ്ക്വയർ ആക്കി കൊടുക്കുക, കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എത്രയാണോ കൈ വേണ്ടത്, അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഓരോ പീസ്, ഇപ്പോൾ മാക്സിൻ്റെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയാൽ കാണും ഇങ്ങനെ തയ്ച്ച് കൂട്ടി തയ്ച്ചിട്ടാണ് ഉണ്ടത്. ഇപ്പോൾ നോക്കിയാൽ തയ്യൽ തുമ്പടക്ക് ഇതിങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ അളന്ന് നോക്കുക, കൈ മതിയാവും. പക്ഷേ ഇതിപ്പോൾ ഇത്രയും പോരേനും കുറച്ചും കൂടി വേണ്ടി വരും. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കിതാ കുറച്ചും കൂടി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കവിടെ കൂട്ടി യോജിപ്പിക്കാം. പക്ഷേ നമ്മളിപ്പോൾ കൂട്ടി യോജിപ്പിക്കുന്നേരം ഇതിലിപ്പോൾ കട്ട് ചെയ്യുന്നേരം ഇതിൻ്റെ തയ്യൽ തുമ്പും കൂടി നമ്മൾ കാണണം കേട്ടോ. ഓരോന്നിനും 1 ഇഞ്ചോളം എക്സ്ട്രാ വേണം. 1/2 ഇഞ്ച് മേലെ ഇപ്പോൾ തയ്ക്കാൻ വേണം, താഴെ 1/2 ഇഞ്ച് തയ്ക്കാൻ വേണം. അങ്ങനെ ഓരോന്നിന് 1 ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ കാണേണ്ടതുണ്ട്. അങ്ങനെ ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു 3 പീസാണ് കേട്ടോ കൈക്ക് വേണ്ട വന്നത്. അതായത് 14 ഇഞ്ചിൻ്റെ കൈയാണ്. അപ്പോൾ കൈക്ക് വേണ്ട വന്നത് ഒരു 3 പീസാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ 3 പീസ് ഇങ്ങനെ യോജിപ്പിച്ച് വെക്കുക. ലാസ്റ്റ് ഫൈനൽ ഇങ്ങനെ ഉണ്ടാവും. തയ്ച്ച് കഴിഞ്ഞാലാണ് ഇങ്ങനെ ഉണ്ടാവും. ഇത് നോക്കിയേ, 14 അപ്പോൾ 1/2 ഇഞ്ച് മേലോട്ടുമ്പോൾ താഴെയും മടക്കി അടിച്ച് കഴിഞ്ഞാൽ ഒരു 13ഓളം കേട്ടോ അത് വരിക. ഇനിയിപ്പോൾ 3 ഇഞ്ച് വീതിയിലും നമുക്ക് ഈ എന്താ പറയുക സിബ് വെക്കണം, അതുപോലെ അതിൻ്റെ കവറിങ്ങെല്ലാം വെക്കണം. ഇപ്പോൾ കവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പീസാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഒരു പീസ് എടുത്തതിന് ശേഷം 3 ഇഞ്ച് വീതി അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒരു 7.5 ഇഞ്ച് 6 ഇഞ്ച് നമ്മൾ സിബ് അപ്പോൾ അങ്ങനെ 1 ഇഞ്ച് താഴെയും വേണം, 1/2 ഇഞ്ച് മേലെയും വേണം. അങ്ങനെ 7.5 ഇഞ്ച് നീളത്തിൽ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ മാക്സി തുണി കട്ട് ചെയ്യുന്നേരം തന്നെ ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള പീസുകൾ എല്ലാം കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 3 ഇഞ്ച് വീതിയും 7.5 ഇഞ്ച് നീളത്തിലും ഒരു പീസ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ വെച്ച് തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് വരിക. ഇങ്ങനെ ആക്കിയിട്ട് മടക്കി അടിച്ചതിന് ശേഷം മറിച്ചിടുകയാണ് ചെയ്യുക. എന്നിട്ട് അങ്ങനെയാണ് വരിക. ഇനി അടുത്ത് 2 ഇഞ്ച് വീതിയിലും സിബ് വെക്കണ്ടേ. അപ്പോൾ സിബിൻ്റെ അടിയിലൊരു തുണി വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സിബിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയിലും ഇത് 7.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ വേണ്ടത്. 7.5 ഇഞ്ച്
നീളത്തിലുമാണ് തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ മാക്സിൻ്റെത് നെക്ക് ഫില്ല് ചെയ്യാണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ ഇതൊക്കെ വെക്കുന്നതാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ 6 വേണ്ടത് 7.5 ഞാൻ എടുക്കുന്നുണ്ട്, 1.5 എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ നെക്ക് നമ്മൾ ആദ്യം തയ്ച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. അപ്പോൾ ഇതാ 2 ഇഞ്ച് വീതിയിലും 7.5 ഇഞ്ച് നീളത്തിലും ഒരു പീസ് എടുത്തിട്ട് ഇനി നമുക്ക് നെക്ക് ഇതാക്കണ്ടേ, നെക്ക് എന്താ പറയുക ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ കുറച്ച് വീതി ഇങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതാ ഒരു 3 പീസാണ് കേട്ടോ ക്രോസ് പീസ് എടുക്കുന്നത്. അപ്പോൾ ബാക്കിനും മുന്നും വേണ്ടേ, അതിന് വേണ്ടി ഇതാ ക്രോസ് പീസും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിയുടെ ഫുൾ കട്ടിങ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി 2 ദിവസം കഴിഞ്ഞാൽ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ വിടുന്നതായിരിക്കും. പിന്നെ എല്ലാവരെയും കണ്ട മുഴുവൻ കൂട്ടുകാർ എന്തിനാന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്നറിയാൻ എനിക്ക് തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ലൈക്ക് ഷെയർ കമൻസെല്ലാം കാണുന്നത് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം, ഒരു എന്താ അറിയാൻ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരിക നിങ്ങളുടെ ഓരോ ലൈക്ക് ഷെയറും കമൻറ്റും എല്ലാം കാണുന്നവരാണ്. അപ്പം ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാ കട്ട് പീസെല്ലാം കറക്റ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ വേസ്റ്റ് പീസ് ഒരു കവറിൽ ഇട്ടിട്ട് വെക്കുക കേട്ടോ. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കളയാം. അപ്പോൾ ആദ്യം ആവശ്യമുള്ള പീസ് മാത്രം എടുത്ത് വെക്കുക. ഇതാ ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.